സമയമായിട്ടില്ല എന്നെനിക്കറിയാം. പക്ഷേ ഭരണത്തെ വിലയിരുത്തണ്ട. പക്ഷെ തുടക്കം മോശമാണ്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്ത് രണ്ട് ഫാസിസ്റ്റുകളാണ്. ഡൽഹി ഭരിക്കുന്നത് വർഗ ഫാസിസമാണ്, വർഗീയ ഫാസിസമാണെങ്കിൽ കേരളം ഭരിക്കുന്നത് വർഗ ഫാസിസമാണ്. ഫാസിസത്തിന്റെ കറുത്ത മുഖം ഭരണത്തിന്റെ ഇടനാഴികകളിൽ ഞാനും നിങ്ങളും കാണുകയാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അപ്പം പുറത്തു പറയണം എന്നാവശ്യപ്പെട്ടവർ അധികാരത്തിൽ കയറിയപ്പോ അത് മൂടിവെക്കാൻ സാധിക്കുമോ എന്ന് ഒരവസാന പരിശ്രമം നടത്തി നോക്കി പിണറായി. അത് മൂടിവെക്കാൻ സാധിച്ചില്ല. വിവരാവകാശ നിയമത്തിന്റെ പരിധിക്കകത്ത് ഉദ്യോഗസ്ഥന്മാർ ശക്തരായപ്പോ അതിന് വഴങ്ങേണ്ടി വന്നു. എന്തേ അദ്ദേഹത്തിന് ഒളിക്കാൻ? ഇന്നലെ വരെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് മുറിക്കകത്ത്, ഉമ്മൻചാണ്ടിയുടെ വീട്ടിനകത്ത് CCTV ക്യാമറ വെച്ച് ലോകത്തിൽ എവിടെ നിന്നും നോക്കി CCTV ക്യാമറയിലൂടെ ഉമ്മൻചാണ്ടിയുടെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തവും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും നോക്കിക്കാണാൻ സുതാര്യമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയ കൊച്ചു സംസ്ഥാനത്ത് എല്ലാ ക്യാബിനറ്റ് തീരുമാനങ്ങളും കഴിഞ്ഞാൽ പത്രക്കാരെ വിളിച്ചിരുത്തി ക്യാബിനറ്റ് തീരുമാനം നിങ്ങളെ ജനങ്ങളെ അറിയിക്കാൻ മാത്രം സുതാര്യത പുലർത്തിയ ഈ കൊച്ചു സംസ്ഥാനത്ത് ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് എന്താ ജനങ്ങളിൽ നിന്ന് ഒളിപ്പിക്കാനുള്ളത്? എന്തുകൊണ്ടാ മന്ത്രിസഭാ തീരുമാനങ്ങൾ അപ്പം അറിയിക്കുന്ന റിപ്പോർട്ടറല്ല ഞാനെന്ന് പത്രക്കാരോട് ദാഷ്ട്യത്തോടെ സംസാരിച്ച് ഈ കേരളത്തിന്റെ കഴിഞ്ഞ കാലത്തെ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ച വികാരം എന്താ? ഒന്ന് നിങ്ങൾ പരിശോധിക്കണം. നിയമസഭക്കകത്ത് അദ്ദേഹം പെരുമാറിയ പല പെരുമാറ്റങ്ങളും ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് യോജിച്ചതാണോ എന്ന് ഈ സാംസ്കാരിക കേരളം ചിന്തിക്കണം. ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ട സംസ്ഥാനമാണ്. പക്ഷേ കള്ളവോട്ട് കൊണ്ട് ജയിച്ച് മുഖ്യമന്ത്രിയായ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തത ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നു. ആ വ്യത്യസ്തത ഫാസിസ്റ്റ് മുഖമാണോ? എന്ത് ധിക്കാരം! നിയമസഭക്കകത്ത് BT തോമസ് ഒരു സബ്മിഷൻ കൊടുത്തപ്പോ ആ സബ്മിഷന് മറുപടി പറയാൻ എഴുന്നേറ്റ പിണറായി വിജയന്റെ രൂപവും ഭാവവും നിങ്ങളെയൊക്കെ മനസ്സിനകത്തുണ്ടോ? ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവോട് ഇരിക്കാൻ ശഠിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാ. ആരാ മുഖ്യമന്ത്രി? നിയമസഭക്കകത്ത് മുഖ്യമന്ത്രിയല്ല പ്രധാനി. നിയമസഭക്കകത്ത് പ്രധാനി സ്പീക്കറാണ്. സ്പീക്കർക്ക് ഒരാളോട് ഇരിക്കാൻ ആവശ്യപ്പെടാൻ അവകാശമുള്ളൂ. മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശം? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിയമസഭക്കകത്ത് ചട്ടങ്ങൾക്ക് മുമ്പിൽ തുല്യനാണ്. ഒരാളോട് കൽപ്പിക്കാൻ ഒരവകാശവുമില്ല. എന്നിട്ടും എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ച് കീഴ്വഴക്കങ്ങളെ കാറ്റിൽപ്പറത്തി പ്രതിപക്ഷ നേതാവോട് ഇരിക്കാൻ ആവശ്യപ്പെട്ട പിണറായി വിജയന്റെ മുഖം അത് ഫാസിസ്റ്റ് മുഖമാണ്. ആ ഫാസിസ്റ്റ് മുഖത്തിൽ നിന്ന് ഞാനും നിങ്ങളും പലതും പ്രതീക്ഷിക്കുന്നു. പയ്യന്നൂരിൽ 2 കൊലപാതകം നടന്നപ്പോ ഒരു നിമിഷം ആലോചിക്കാതെ മറുപടി പറഞ്ഞു പിണറായി വിജയൻ നിയമസഭക്കകത്ത്. എന്ത് പറഞ്ഞു? കൊലപാതകത്തിന് പ്രതികാര കൊലയാണ്. സമ്മതിക്കായിരുന്നു. എന്റെ പാർട്ടി നടത്തിയ കൊലപാതകമാണ്, അത് പ്രതികാരമാണ് എന്ന് മാധ്യമങ്ങളോട് നിയമസഭക്കകത്ത് തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ച ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന്റെ സമാധാനം ഊട്ടിയുറപ്പിക്കാൻ തന്നിടമുള്ള മുഖ്യമന്ത്രിയാണോ? മനസ്സുള്ള മുഖ്യമന്ത്രിയാണോ? ഞാനും നിങ്ങൾ പരിശോധിക്കണം. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, വരമ്പത്ത് വയലിൽ കൊടുത്താൽ വരമ്പത്ത് കിട്ടും, വയലിൽ തന്നാൽ വരമ്പത്ത് കൊടുക്കണം. എന്താർത്ഥം? കലാപത്തിനാഹ്വാന, അക്രമത്തിനാഹ്വാന. ഒരു ഭരണകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി, ഒരു മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്യാൻ, പ്രതികാര രാഷ്ട്രീയത്തിന് ആഹ്വാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേരളം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. ആദ്യമായിട്ട് കൊച്ചു കേരളത്തിൽ ശ്രീ പിണറായി വിജയനിലൂടെ പരസ്യമായി ഭരണകക്ഷിയും
ഒരുപോലെ തിരിച്ചടിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യം. ധിക്കാരത്തോടെ അല്ലാതെ അദ്ദേഹം ആരോടെങ്കിലും സംസാരിക്കാറുണ്ടോ? അദ്ദേഹം ചിരിക്കാനൊക്കെ ആദ്യത്തെ തുടക്കത്തിൽ അദ്ദേഹം വളരെ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറെയൊക്കെ അഭിനയിച്ചു. പക്ഷേ ആ അഭിനയമൊന്നും ശാശ്വതമല്ല. ഞാൻ പലയിടത്തും പറയാറുണ്ട്, കാക്ക കുളിച്ചാൽ കൊക്കാവില്ല. അതിന്റെ ദാത്യ സ്വഭാവം എന്നും അവിടെ ഉണ്ടാകും. എന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് അത് തുളുമ്പി പുറത്തു വരും. അത് പിണറായി വിജയനിൽ നിന്ന് അനുദിനം തുളുമ്പി പുറത്തു വരികയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്താനായിട്ടില്ല എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ അതിലേക്ക് അതുകൊണ്ട് തന്നെ കടന്നു പോകുന്നില്ല. പക്ഷേ ജനങ്ങളുടെ മുകളിൽ ബാധ്യത കെട്ടിവെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ്, അതുകൊണ്ട് ആ തോൽവി യുഡിഎഫിനെയും കോൺഗ്രസിനെയും ഇന്ത്യയുടെ രാഷ്ട്രീയം കേരളത്തിന്റെയും രാഷ്ട്രീയ മണ്ഡലത്തിൽ അങ്ങ് നിഷ്കാസനം ചെയ്തു എന്നാരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ